അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന നിയമസഭാ സമ്മേളനം 25-ന് ചേരാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു. ഇതിനായി ശുപാർശ ചെയ്യാനായി സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ശുപാർശയ്ക്കായി ഗവർണറോട് നിർദ്ദേശം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, സാധാരണഗതിയിൽ ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ 25-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനുള്ള തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. പ്രധാനമായും ഈ മാസം 25 മുതൽ ഫെബ്രുവരി 2 വരെയാണ് നിയമസഭാ സമ്മേളനം നടക്കുക. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാവും സഭാ സമ്മേളനം ആരംഭിക്കുക എന്നുകൂടിയുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ഈ ഒരു അജണ്ട മാത്രമായിരുന്നു. നേരത്തെ ഈ സപ്ലൈകോ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷയമൊന്നും ഇന്ന് അജണ്ടയിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള തീയതി, അതായത് 25-ന് വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ജനുവരി 25 മുതൽ ഫെബ്രുവരി 2 വരെയായിരിക്കും സഭാ സമ്മേളനം നടക്കുക. അജിംഷാദ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഈ നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ ചേരും. ഇതിനുള്ള സമ്മേളനം ചേരാനുള്ള നിർദ്ദേശം, അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് അതിൻ്റെ നിർദ്ദേശം ഗവർണർക്ക് നൽകാൻ ശുപാർശ ചെയ്യാൻ ആയി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടക്കം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് UDFിൻ്റെ യോഗം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം, KPCCയുടെ സമരാഗ്നി ജാഥ എന്നിവ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ